വഴിയരികിൽ തളർന്നു വീണ സ്ത്രീക്ക് രക്ഷകരായി 3 കുട്ടിത്താരങ്ങൾ. കണ്ണൂർ ചൊക്ലിയിലെ VP ഓറിയന്റൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയരാകുന്നത്. തളർന്നു വീണ സ്ത്രീയുടെ കാല് തിരുമ്മിയും വെള്ളം കൊടുത്തും രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഈ കുഞ്ഞുങ്ങൾക്ക് അഭിനന്ദന പ്രവാഹമാണ്. 6ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഐഷ അലോന, ഖദീജ കുബ്ര, നഫീസത്തുൽ മിസ്രിയ എന്നിവരാണ് സ്നേഹത്തിന്റെ മാലാഖമാരായി മാറിയത്. നമുക്കും ആ നല്ല കാഴ്ചയൊന്ന് കാണാം ആദ്യം. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഇങ്ങനെ നോക്കിയോണ്ട് നിൽക്കുന്നത്. നമ്മൾ മൈൻഡ് ചെയ്യാണ്ടേനു റോഡ് കടക്കാൻ പോണില്ല. അപ്പാടെ നഫീസ തൂക്കി കൊടുക്കുന്നതായിട്ട് നോക്കിയപ്പോൾ ആ ചേച്ചി അപ്പാടെ വീണെടുത്ത് അപ്പാടെ ഞാനും ആയിഷയും ഓടിപ്പോയിട്ട് കാല് തടി കൊടുത്തു, നല്ല കാലടി കൊടുത്ത്. ഇവൾ ആരെയോ ഒരു വണ്ടിയിൽ നിന്ന് കഴിഞ്ഞ് ഓരോട് ചോദിച്ചിട്ട് സാരി വാങ്ങിയിട്ട് കൈ പിടിച്ചെടുത്ത്. എന്നിട്ട് ഞാൻ എന്നെ തടി കൊടുക്കുമ്പോൾ ഇവള് കൈയെല്ലാം തടി കൊടുത്ത്, നമ്മളെല്ലാം തടി കൊടുത്ത്. അപ്പോൾ ആര് വെള്ളമൊന്നും കൊടുക്കുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ അന്ന് ഏച്ചി വെള്ളം തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഏച്ചി വെള്ളം തന്നു. അപ്പം നമ്മൾ കുറച്ച് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോധം വന്ന്. അപ്പം നമ്മൾ ചേച്ചി ഏച്ചി ഇനി വേണോ? അപ്പോൾ ഒരു പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞത്. അങ്ങനെ കുറേ കഴിഞ്ഞു. അപ്പോൾ ആ ഏച്ചിക്ക് മെല്ലനെ ബോധം വന്നപ്പോൾ നമ്മൾ അവിടെ എണീപ്പിച്ചിട്ട് ഓട്ടോറിക്ഷയിലെത്തി. എന്നിട്ട് ഓര് പറഞ്ഞ് പഴവൂർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. ഒരു ചെരുപ്പെല്ലാം എടുത്തോട്ട്. അപ്പോൾ അവിടെ ഒരാൾ പറയുന്ന വൈകൻ അച്ഛനെല്ലാം ഉണ്ടെങ്കിൽ ഒരാൾ പറയുന്ന ഇത് ഇവലെ മക്കളാണോ? അപ്പോൾ വൈകിട്ട് അച്ഛൻ പറഞ്ഞ് ഇത് ഇവലെ മക്കളെല്ലാം ഈ സ്കൂൾ കുട്ടികളാണ്. അപ്പോൾ ഒരു പറയുന്നത് ഈ സ്കൂൾ കുട്ടികളായാലും ഇങ്ങനെ വേണം, ഇതാണ് ശരിക്കും സ്കൂൾ കുട്ടികൾ. അപ്പോൾ അവിടെ ഒരാൾ ചോദിച്ച് ഇവളോട് ഇവള് ജേഴ്സി ഡ്രസ്സിലുണ്ട് ഡോക്ടറാണോ ചോദിച്ച്. അപ്പോൾ അവൾ തന്നെ അല്ല ഡോക്ടറല്ല. അങ്ങനെ അവളെ വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മൾ അർജുൻ കല്യാട് നമുക്കൊപ്പം എത്തുന്നു. അർജുൻ പറയുന്നതിനേക്കാളൊക്കെ എന്ത് രസമായിട്ടാണ് ആ 3 കുഞ്ഞുങ്ങളിരുന്ന്, 11 വയസ്സേ കാണും, രസമായിട്ടാണ് ആ കുഞ്ഞിരുന്ന് സംഭവിച്ചത് എന്താണെന്ന് പറയുന്നത്. അവരുടെ അമ്മയെ പോലെ ഒരു സ്ത്രീ അവിടെ വീഴുന്നത് കണ്ടപ്പോൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഓടിപ്പോയി ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവർ പറയുന്നതിലെ അവരുടെ ഒരു സന്തോഷവും അതെല്ലാമല്ലേ നമ്മൾ കാണുന്നത്. ഇതല്ലേ നാളത്തെ തലമുറയായി നമ്മൾ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കേണ്ട മക്കൾ. തീർച്ചയായിട്ടും സുജിയുടെ ചോദ്യത്തിന് ശേഷം ഞാൻ എന്ത് മറുപടി പറയണോ അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ആദ്യം തുടങ്ങാൻ ആഗ്രഹിച്ച കാര്യം ഇത് തന്നെയാണ്. അതായത് എത്ര മനോഹരമായിട്ടാണ് ആ കുട്ടികൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. തനി നാടൻ ഭാഷയിൽ മറ്റൊരു തരത്തിലുള്ള ജാടയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഞങ്ങളെന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഒന്നും അല്ലാതെ വളരെ രസത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. നമ്മളൊക്കെ ഇനി എത്ര കഴിഞ്ഞാലാണ് ഇത്രയും സൗന്ദര്യത്തിൽ സംസാരിക്കാൻ പറ്റിയാൽ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആ ഭാഷ കടന്നു വരുമല്ലോ, അതൊന്നും ഇല്ലാതെ രസത്തിലാണ് ആ കുട്ടി സംസാരിക്കുന്നത്. ആ സംഭവം എന്ന് പറയുന്നത് പാനൂർ ചൊക്ലിയിലാണ് നടക്കുന്നത്. പാനൂർ ചൊക്ലിയിലുള്ള ഒരു വഴിയരികിൽ ഒരു കടയിനോട് ചേർന്നിട്ടാണ് ഈ സ്ത്രീ നിൽക്കുന്നത്. സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ട് സ്ത്രീ വളരെ പെട്ടെന്ന് തളർന്ന് വീഴുകയായിരുന്നു. അങ്ങനെയാണ് ഈ കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കുട്ടികൾ അവിടെ നിന്ന് ആ സ്ത്രീയെ കടന്നു പോയതാണ്. പെട്ടെന്ന് ഈ സ്ത്രീ വീഴുന്നത് കണ്ട് അവിടത്തേക്ക് തിരിച്ചു വരികയും പിന്നീട് ആ കുട്ടികൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ കാലിൽ തിരുമ്മി നെഞ്ചിൽ തടവി കൊടുത്ത് അതിനുശേഷം വെള്ളം കൊടുത്ത് പിന്നീട് ആ ഓട്ടോയിലൊക്കെ കയറ്റി വിട്ടതിന് ശേഷമാണ് കുട്ടികൾ അവിടത്തേക്ക്
പോയതെന്നാണ്. അതിൽ JRC ജൂനിയർ റെഡ് ക്രോസിൻ്റെ ഡ്രസ്സിലായിരുന്നു ഒരു കുട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ അടുത്തുണ്ടായിരുന്ന ആൾക്കാർ ചോദിക്കുകയാണ്, നിങ്ങൾ ഡോക്ടറാണോ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ കുട്ടികൾ എത്ര രസത്തിലാണ് പറയുന്നത് എന്നുള്ളതാണ്. അതായത് JR ഡോക്ടറാണോ എന്ന് ചോദിച്ചു, അല്ലാന്ന് പറഞ്ഞു എന്നൊക്കെ ആ കുട്ടികൾ പറയുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു അഭിമാനം തോന്നുകയാണ്. 3 കുട്ടികൾ, അതായത് VP ഓറിയൻ്റൽ സ്കൂളിലെ 3 കുട്ടികൾ, ആയിഷ, അലോന, ഖദീജ കുബ്ര, നസീഫത്തുൽ മിസ്രിയ, ഈ 3 കുട്ടികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനായി ഇവർക്കുള്ള അഭിനന്ദന പ്രവാഹം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇങ്ങനെയൊരു ചെറിയ പ്രായത്തിൽ 6ാം ക്ലാസ്സിലെ കുട്ടികളാണ്, 12 or 11 ഒക്കെ വയസ്സ് മാത്രമേ ഉള്ളൂ. ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരാളെ സഹായിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കുക, അല്ലെങ്കിൽ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. എന്തായാലും തീർച്ചയായും അർജുൻ കല്യാൺ ഇതൊരു സന്തോഷമുണ്ടാക്കുന്ന കാഴ്ചയാണ്. ഇന്നത്തെ ഏറ്റവും സന്തോഷം തന്ന ഒരു കാഴ്ച ഏതാണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ വാർത്താ ദിവസത്തിൽ എനിക്കും ഇതേ പറയാനുള്ളൂ. ഐഷയും ഖദീജയും നഫീസത്തുൽ മിസ്രിയും 3 മക്കൾക്കും എന്താ പറയുക, അവർക്കൊരു സ്നേഹത്തോടെ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക, അതാണ് അവരോട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു അപ്രീസിയേഷൻ. ഇതുപോലെയൊക്കെ വളർന്നു വരട്ടെ നമ്മുടെയൊക്കെ മക്കൾ.